ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദിഖിനെ കണ്ടെത്താൻ പരക്കം പാഞ്ഞു പോലീസ്. 1.5 ദിവസത്തിന് ശേഷം മൊബൈൽ ഫോൺ ഓണായെങ്കിലും സിദ്ദിഖ് എവിടെ എന്നതിൽ ഒരു സൂചനയുമില്ല. മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സിദ്ദിഖിന്റെ നീക്കം. പരാതിക്കാരി തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ജാമ്യാപേക്ഷയ്ക്കെതിരെ സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിക്കും. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ മൊബൈൽ ഫോൺ ഓണാക്കി എന്നതൊക്കെ ഈ അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനോ അവരെ തെറ്റിദ്ധരിപ്പിക്കാനോ അന്വേഷണത്തിന്റെ ദിശ മാറ്റാനോ ഒക്കെയുള്ള ഒരു പ്രതിയുടെ നീക്കം എന്നതിനപ്പുറത്ത് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ അതിനൊക്കെ? വിജയകുമാർ, ഈ പറഞ്ഞതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. കാരണം ഈ അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ, ഒരു പക്ഷേ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനുള്ള നീക്കങ്ങൾ ആയി ഇതിനെ കണക്കാക്കിയാൽ മതി. കാരണം ആ ബുദ്ധിമാന്മാരായ അഭിഭാഷകൻ തന്നെയാണ് ഈ സിദ്ദിഖിന് വേണ്ടി ഹാജരായിട്ടുള്ളത്. രാമൻപിള്ള അസോസിയേറ്റ്സ് അത്ര കുറഞ്ഞ കക്ഷികളല്ല. അവരെന്തായാലും അവർക്ക് അവരുടെ അടുത്തെത്തിയ പ്രതിയോട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നാവശ്യപ്പെടാതിരിക്കില്ല. ഇതിനിടയിൽ ഫോൺ സ്വിച്ച് ഓൺ ആയി എന്നൊക്കെ പറയുന്നത് തന്നെ അന്വേഷണ സംഘത്തിന് വഴിതെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയുള്ളതായിരിക്കും. അതിനപ്പുറത്തേക്ക് അത് പരിഗണിക്കുക പോലും വേണ്ട. പക്ഷെ ഒരു കാര്യം, ഈ സംഭവം, ഈ മുൻകൂർ ജാമ്യ ഹർജി തള്ളി 24 മണിക്കൂർ പിന്നിടുമ്പോഴും സിദ്ദിഖ് എവിടെ എന്ന ചോദ്യത്തിന് മറുപടിയില്ല അന്വേഷണ സംഘത്തിന്. അത് അവർ പല സ്ഥലങ്ങൾ പറയുന്നുണ്ട്. അതായത് കുടുംബ വീട്ടിൽ നോക്കി, പടമുകളിലെ വീട്ടിൽ നോക്കി, ഒപ്പം ബന്ധുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ വീടുകളിലേക്ക് പരിശോധന നടത്തി, ചലച്ചിത്ര പ്രവർത്തകരും സുഹൃത്തുക്കളുമായ ആളുകളുടെ വീട്ടിലേക്കൊക്കെ പോവുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അവിടെ എങ്ങും തന്നെ സിദ്ദിഖിന്റെ പൊടി പോലുമില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനിടെ അഭിഭാഷകനുമായി സിദ്ദിഖ് ഫോണിൽ സംസാരിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കുകയും ചെയ്യാവുന്നതാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വിവരം, ഈ സുപ്രീം കോടതിയിൽ ഈ കേസിന്, ഈ മുൻകൂർ ജാമ്യത്തിന്മേൽ ഉള്ള അപ്പീൽ, അത് നമ്പർ ഇട്ടാൽ പിന്നീട് അറസ്റ്റിലേക്ക് കടക്കണ്ട എന്നുള്ളതാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. സുപ്രീം കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷം മതി പിന്നീട് അറസ്റ്റ് എന്നുള്ളതാണ് അവർ ആലോചിക്കുന്നത്. ഇനി അഥവാ കോടതിയിൽ നടപടികളിലേക്ക് കടന്നില്ലെങ്കിൽ കിട്ടിയാൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശവുമുണ്ട്. എന്തായാലും നിർണായകമായ മണിക്കൂറുകളാണ് കടന്നു പോകുന്നത്. അത് സിദ്ദിഖിനെ സംബന്ധിച്ചും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും അങ്ങനെയാണ്. ഇതിനോടകം പരാതിക്കാരെ തടസ്സ ഹർജി ഇതിൽ ഇപ്പോൾ ഇന്നലെയോ അല്ലെ മിനിഞ്ഞാന്നോ ഒക്കെ കൊച്ചിയിൽ ഉണ്ടായിരുന്ന, ഈ പരിസരത്തൊക്കെ ഉണ്ടായിരുന്ന സിദ്ദിഖിനെ ഈ വിധി വന്നതിന് ശേഷം കാണാനില്ല, ഇതുവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലീസിനും ഒട്ടും ചേർന്നതല്ലല്ലോ. കാരണം ഈ ദിവസങ്ങൾ ഈ വിധി വരും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഈ പ്രതിയുടെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിക്കേണ്ടതായിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ അറസ്റ്റ് ഒഴിവാക്കാനോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയി ഈ പ്രതി ജാമ്യം എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ എന്ന ഒരു അലസ മനോഭാവം ഉണ്ടോ പോലീസിനും? അത്തരം വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത് കൊണ്ടാണ് ആ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. ഇക്കാര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതാണ് വിജയകുമാർ. കാരണം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഏതെങ്കിലും തരത്തിൽ സുപ്രീം കോടതിയിലേക്ക് ഈ ഹർജി എത്തി, അപ്പീൽ ഹർജി എത്തി, അതിൽ നമ്പർ ഇടുകയാണെങ്കിൽ തൽക്കാലം കാത്തിരിക്കാനാണ് അവർക്ക് കിട്ടിയ നിർദ്ദേശം എന്നാണ് മനസ്സിലാകുന്നത്. ഇനി അഥവാ നടപടി തുടങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാം, അത് കണ്ടു കിട്ടുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു കണക്കുകൂട്ടൽ വെച്ച് കാര്യമായൊന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. സുപ്രീം കോടതിയുടെ തീരുമാനം കൂടി വരാൻ പോലീസ് കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇല്ലെങ്കിൽ കേരള പോലീസിന് കണ്ടെത്താനാകാത്തതൊന്നുമല്ല ഈ കാര്യം. വാദിഭാഗവും അത് തന്നെയാണ് പറയുന്നത്. ഇന്ന് ഹരീഷ് വാസുദേവനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, പോലീസ് വളരെ നിഷ്ക്രിയമായാണ് ഇരുന്നത്. ഈ പ്രതിയെ നിരീക്ഷിക്കാൻ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചില്ല, ഒരു ശുഷ്കാന്തിയും കാണുന്നില്ല എന്ന് അവർ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ വീഴ്ച എന്തായാലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ടെത്താനാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. സുപ്രീം കോടതിയിലേക്ക് മുൻകൂർ ജാമ്യ ഹർജി പോയി അത് തള്ളിയാൽ ഒരു പക്ഷേ അദ്ദേഹം കീഴടങ്ങുക എന്നുള്ളതായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. കിട്ടിയാൽ നോക്കാം എന്ന സമീപനം മാത്രമേ പോലീസിന് ഇക്കാര്യത്തിലുള്ളൂ എന്ന സംശയം കുറെ കൂടി ബലപ്പെടുന്നുണ്ട്. പ്രതി ഒളിവിൽ പോയിട്ട് 24 മണിക്കൂർ പിന്നിടുമ്പോഴും കൃത്യമായ സൂചനകളൊന്നുമില്ല. ഫോൺ ഓണായി എങ്കിലും അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള പ്രതിയുടെ നീക്കം എന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. പ്രതി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ നടപടിയിലേക്കൊക്കെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിജീവിത അങ്ങനെയാണെങ്കിൽ ഒരു തടസ്സ ഹർജി അവിടെ ഫയൽ ചെയ്തിട്ടുമുണ്ട്.